ഹായ് ഗൈസ്, അങ്ങനെ എൻ്റെ മൂന്നാമത്തെ സർവീസും കഴിഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ സർവീസിന് ഞാൻ പറഞ്ഞില്ലേ അന്നത്തെ കംപ്ലൈൻറ്റ് ഗിയർ മാറാൻ പാടാണ്. ഞാൻ നോക്കി അവരുടെ അടുത്ത് പറഞ്ഞ് അവരും ട്രൈ ചെയ്ത് നോക്കി. എന്നിട്ടും വലിയ ക്ലിയറൊന്നും ആയില്ല. എന്നാലും അവർ ഇവിടുത്തെ ഈ ഹെഡൊക്കെ ഇളക്കി ഓയിലൊക്കെ വീത്തി ഒന്ന് സ്മൂത്താക്കി തന്നു, കുറച്ചും കൂടെ സ്മൂത്താക്കി തന്നു. അത്ര തന്നെ അവർ ചെയ്തത്. പിന്നെ ഞാൻ ഇതേ മോഡലിലുള്ള മാക്സിമം ഇസെറ്റിനെ പോലത്തെ വേറെ 2 വണ്ടി ഞാൻ ചെക്ക് ചെയ്ത് നോക്കി. അവർക്കും ഇതേ സെയിം പ്രശ്നം തന്നെയുണ്ട്. അപ്പോഴേ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഇത് കുറച്ചും കൂടെ ഓടുക, ഒരു 13,000-14,000 കിലോമീറ്റർ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തേയ്മാനം വന്ന് ഇതൊന്ന് സ്മൂത്ത് ആവുമെന്നാണ് അവരും പറയുന്നത്, സർവീസ് സെൻറ്ററിൽ അവർ. അങ്ങനെ വേറെ വണ്ടി ഒന്ന് ഓയിലൊക്കെ ചേഞ്ച് ചെയ്തു. ഞാൻ നേരത്തെയാണ് കൊണ്ടുപോയത് എന്ന് വെച്ചാൽ ദിവസമായപ്പോൾ തന്നെ ഞാൻ കൊണ്ട് ചെന്നു. മൂന്നാമത് സർവീസ്, അങ്ങനെ ഫ്രീ സർവീസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല, പറയത്തക്ക വേറെ പണികളൊന്നും വന്നിട്ടില്ലാത്തതുകൊണ്ട് വലിയ ചെറിയൊരു ടൈമിന് തന്നെ അവർ സർവീസ് ചെയ്ത് ക്ലിയർ ചെയ്തങ്ങ് വിട്ടു. വലിയ സമയം എടുത്തില്ല. വേറെ ഇത്ര കിലോമീറ്റർ ആയിട്ടുള്ളൂ, വേറെ വലിയ കിലോമീറ്റർ ഒന്നും ആയിട്ടില്ല. പിന്നെ ഞാൻ മറ്റു വീഡിയോ ഇട്ടപ്പം ഒരുപാട് മെസ്സേജ് ഞാൻ കണ്ടു. ഒരുപാടൊന്നുമല്ല, കുറച്ച് പേരെ മെസ്സേജ് അയച്ചു. ഞാൻ നോക്കി. പിന്നെ വേറെ പൊതുവേ ആയിട്ടുള്ള ഒരു കംപ്ലൈൻ്റ് ആണ് ഈ ഒരു കംപ്ലൈൻറ്റ്. ഗിയറിൻ്റെ കംപ്ലൈൻറ്റ് പൊതുവേ ആയിട്ടുള്ളതാണ്. മിക്ക വണ്ടിക്കുള്ള കംപ്ലൈൻ്റ് ആയിട്ടാണ് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ട് ഇനിയിപ്പം വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്ത് വണ്ടി എടുക്കുന്നവർ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കി അവർക്ക് വണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കുക. വണ്ടി വേറെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല, വണ്ടി സൈലൻ്റ് ആണ്. നമുക്ക് കുറച്ച് ആൾക്കാരെ കൊണ്ട് നല്ല ഇതായിട്ട് പോവാം, യാത്ര ചെയ്യാം, സൗകര്യമാണ്. അപ്പോൾ ഓക്കെ.